എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതാ കോടതി വിധി പറയുന്നത് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും അങ്ങേയറ്റം സെൻസേഷൻ ആയ ഇത് കണ്ടോ ജോ, ആ മറ്റേ നടിയെ ആക്രമിച്ച കേസില്ലേ, അതില് ശിക്ഷ വിധിച്ചു. എത്രയാണെന്നറിയോ? 20 വർഷം. ആക്ച്വലി 20 വർഷം കിട്ടിയല്ലോ എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ ഇതില് വളരെ സന്തോഷപൂർവ്വമല്ല നമ്മൾ ഇതിൽ കാണുന്നത്. 20 വർഷമെങ്കിലും കിട്ടിയല്ലോ. കാരണം വെച്ചാൽ 4 ദിവസം മുന്നേ ഗോപാലകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ദിലീപിനെ വിട്ടപ്പോ തന്നെ നമുക്ക് ഈ കേസിന്റെ പോക്കം അങ്ങോട്ടാന്ന് വ്യക്തമായിട്ട് മനസ്സിലായതാ. പിന്നെ ഈ പ്രതികൾക്ക് 20 വർഷം കിട്ടിയതിൽ വളരെയധികം ഇതാണ്. എന്താ വെച്ചാൽ അത്രയെങ്കിലും കിട്ടിയല്ലോ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് കൂട്ടബലാത്സംഗത്തിന് അറ്റ്ലീസ്റ്റ് 20 വർഷമെങ്കിലും, അതായത് 20 വർഷമെങ്കിലും എന്നാണ്, 20 വർഷം മുതലാണ് ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കൊടുത്തേക്കുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്, ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനി ഇപ്പൊ ഓൾമോസ്റ്റ് 7 വർഷം ശിക്ഷ അനുഭവിച്ച ഒരാളാണ്. അപ്പൊ ഇനി 13 വർഷം ഉള്ളൂ, വെറും 13 വർഷം. അതായത് കൂട്ടബലാത്സംഗത്തിന് ഒന്നാം പ്രതിക്ക് കിട്ടാൻ പോകുന്നത് ഇനി വെറും 13 വർഷം. അതേപോലെ തന്നെ അതിൽ വേറൊരാൾക്ക് കിട്ടാൻ പോകുന്നത് 13 വർഷം ഉള്ളൂ. ബാക്കി ആൾക്കാർക്കാണ് 18 വർഷം. അതായത് 2 വർഷം അവര് ജയിലിൽ കടന്നിട്ടുള്ളൂ. പിന്നെ ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ. അതായത് അതിജീവിതയ്ക്ക് കൊടുക്കാൻ പോകുന്ന 5 ലക്ഷം രൂപ. അത് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക്. അതായത് ടോട്ടലി ആ ഒരു അതിജീവിതയ്ക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ. അല്ലാതെ ഓരോരുത്തരല്ല, അല്ലല്ല, ടോട്ടൽ 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് കൊടുക്കണം. അപ്പൊ ആ പുള്ളിക്കാരിയുടെ മാനത്തിന് വില 5 ലക്ഷം രൂപയുള്ളൂ. 5 ലക്ഷം രൂപ ഉള്ളൂ. അതിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു അതിജീവിത എന്ന് പറയുമ്പോ നമ്മൾ കുറെ റേപ്പ് കേസുകൾ, പീഡനം അങ്ങനത്തെ കേട്ടിട്ടുണ്ട്. കുറെ പേര് മരിക്കുന്നു. അതായത് മരിക്കുന്നത് നല്ലതെന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ, അതായത് സമൂഹത്തെ നേരിടുകയോ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണോ എന്ന് ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരില്ല. നമ്മളൊന്ന് ആലോചിച്ചു, നമുക്കൊരു വർക്ക് പ്രഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്ര ടെൻസ്ഡ് ആണ്. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആകെ ഡൗൺ ആക്കും, അല്ലെ? സ്വാഭാവികമല്ലേ? അതിലും ഉപരി, അതായത് നോർമലി ഒരു പെൺകുട്ടി നേരിടാവുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് ആ പെൺകുട്ടി അനുഭവിച്ച ആ വേദനയ്ക്ക് കോടതി വിധിച്ചേക്കുന്ന 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയും ഇവർക്ക് 20 വർഷം തടവ്, കഠിന തടവാണ്. കഠിന തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രാവിലെ എണീറ്റ്, അതായത് സാധാ ശിക്ഷ പോലെയല്ല, ഇവര് പണിക്കൊക്കെ പോകേണ്ടി വരും എന്ന് പറയുന്നത്. മറ്റേ പണിക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ പൈസ കൊടുക്കും. ഇവര് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുഖജീവിതമല്ലേ? ഇവർക്ക് സത്യത്തിൽ സുഖജീവിതം. 4 നേരം ഭക്ഷണം കിട്ടും. പണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം അതിന്റെ ഒരു എമൗണ്ട് കിട്ടും. ഇവരുടെ ശരിക്കും എന്താ വെച്ചാൽ ഇവർക്ക് 20 വർഷം ചുരുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രായപരിധിയാണ്. അതായത് ഇവര് 6 പേരും 40 വയസ്സിന്റെ അടിയിലാണ്. അതായത് കോടതി കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാനസാന്തരം വന്നിട്ട് ഇവര് വീണ്ടും സമൂഹത്തിൽ വന്നിട്ട് ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇവർ സമൂഹത്തിൽ നല്ല കാര്യങ്ങളാണ് ഇവർ ചെയ്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി നമ്മൾ ഇപ്പൊ കണ്ടിരിക്കുന്നത്. അല്ല, ഇതൊന്നും ആലോചിച്ച് നോക്കിക്കേ. ഇനി എല്ലാരും പീഡിപ്പിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു വിധി ഇപ്പം ലൈക്ക് എന്തെങ്കിലും ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയിലേക്ക് ചിന്തിക്കുന്നത് എന്താ, 40 വയസ്സിന് കുറവാണ് എന്റെ പ്രായം. അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം എന്ന് പറയുമ്പോ ഇപ്പൊ 2025 കണ്ണടച്ച് ഓർക്കുന്നതിന് മുന്നേ പോയി. ഇത് പെട്ടെന്ന് തീരും. ഒരാളുടെ ലൈഫിൽ അതായത് നമുക്കൊരു 80 വയസ്സ് വരെ ആയുസ്, 80ഉം വേണ്ട, 60 വയസ്സ് വരെ ആയുസ്, ഒരു കാൽഭാഗമേ ഉള്ളൂ നമ്മുടെ ലൈഫിന്റെ. അതായത് ഈ കോടതി വിധിയിലൂടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രായം കുറഞ്ഞ സമയത്ത് നമ്മൾ ക്രൂരകൃത്യങ്ങൾ ഏർപ്പെടുക. പ്രായം കുറഞ്ഞ സമയത്ത് ക്രൂരകൃത്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തെ അവർ പരിഗണിക്കുന്നുണ്ട്. അതല്ലേ ഇപ്പൊ ഇത് കാണിച്ചത്. അത് പ്രതികൾക്ക് കുടുംബമുണ്ട്, പ്രതികള് പ്രായം കുറഞ്ഞവരാണ്, അപ്പൊ അവരുടെ പ്രായത്തെ പരിഗണിച്ചത്. ഇതിന്റെ ഔട്ട്പുട്ട് വന്നത് അതാണ്. ഇതുപോലും നിങ്ങൾ ആലോചിച്ചു. അതായത് ഇവർക്ക് ഇപ്പൊ ഒരു ദിവസം രാത്രി ഇവർ 6 പേരും കൂടിയും പോയിട്ട് ഒരാൾ ഇങ്ങനെ കാറിൽ പോകുന്നു. ഇവർക്ക് അങ്ങ് ഇവരുടെ എന്താണ് പറയാ, ഉത്തേജകം വന്നിട്ട് ഇവർക്ക് അങ്ങോട്ട് പോയിട്ട് എന്താ ഒരാളെ ക്രൂരമായി അങ്ങോട്ട് ഉപദ്രവിക്കാൻ തോന്നിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവർ പോകുന്നത് പക്കയായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഈ അതിജീവിതേനെ ഇവർ ക്രൂരമായി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇതിലൊരു വളരെ വ്യക്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിത് വീഡിയോ എടുത്തു. ഇങ്ങനെ ചെയ്യണമെന്ന്
അതായത് ഇവർക്കൊരു ഉത്തേജകം തോന്നിയിട്ട് ഇവർ ഓക്കെ, ചെയ്തതാണ് ഒരു പെട്ടെന്നൊരു ഇന്റൻഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു മോട്ടീവില് ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിൽ ഒരാളാണെങ്കിൽ ഇവരെന്തിനു വീഡിയോ എടുക്കുന്നത്? ഇവര് വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ, സന്തോഷപൂർവ്വം ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങളിത് പെട്ടെന്ന് അങ്ങ് നിർത്തും, അത് വീഡിയോ എടുക്കുന്നത് നിർത്തും. അതായത് അവരുടെ ഇന്റൻഷൻ ഒരു പ്ലഷർ അല്ല, പ്രഷറല്ല, ഇവരുടെ പുറകിൽ ഒരാളുണ്ട്. അതായത് ഇപ്പൊ നോക്കി, ഇവര് 6 പേരും ഡയറക്റ്റ് അതിലേക്ക് ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. ഈ ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ മാത്രമേ ഇപ്പൊ കോടതി ശിക്ഷിച്ചിട്ടുള്ളൂ. പുറകിൽ ആളുണ്ട്, അത് എല്ലാരും പറയുന്ന കാര്യം. പൾസർ സുനി പറയുന്നുണ്ട് പുറകിൽ ആളുണ്ടെന്ന്, ഇവർക്ക് ചിന്തിച്ച് ദിലീപ് പറയുന്നുണ്ട് പുറകിൽ ആളുണ്ടെന്ന്, എല്ലാവരും ഇപ്പൊ ഇതൊക്കെ കാണുന്ന നമ്മൾ ജനങ്ങൾ പറയുന്നുണ്ട് പുറകിൽ ആളുണ്ടെന്ന്. പക്ഷെ ഇതുവരെ പുറകിൽ ആളെ കിട്ടിയിട്ടില്ല. എല്ലാരും, അതായത് ഇപ്പൊ എല്ലാരും പറയുന്നത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പൊ ഇന്നലെ ഒരാളുടെ ഇന്റർവ്യൂ കണ്ട ഒരു സിനിമ നടന്നുണ്ട്. അപ്പൊ ദിലീപിനെ കോടതി വിട്ടു, അത് കോടതി വിധിയാണ്, കോടതി വിധിയെ നമ്മൾ മാനിക്കണം. ഓഫ് കോഴ്സ് കോടതി വിധിയെ മാനിക്കുന്നു, പക്ഷെ വിധിയെ മാനിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു ഈ വിധിച്ചത് ഒരു ന്യായമാണെന്നൊരു തോന്നലില്ലേ? അങ്ങനെ പറയാൻ പാടില്ല. ദിലീപിനെ പുറത്തു വിടുവോ? കോടതി വിധിയെ നമ്മളെല്ലാരും, കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. ദിലീപിനെ വിട്ടതോ ഇല്ലയോ അതല്ല പ്രശ്നം, പക്ഷെ ഒരാള് ഇത്രയും കാലം, അതായത് ഇപ്പൊ 7 വർഷമായി ഇത് നടന്നെന്ന് ഇന്ന് ന്യൂസിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം ഇത്രയും നാളായല്ലോ. അത് 7 വർഷമൊക്കെ കടന്നു പോയത് എത്ര പെട്ടെന്നാണെന്നുള്ളത്. 7 വർഷം കടന്നു പോവുകയും ചെയ്തു. ഈ 7 വർഷം ഈ കേസ് നിലനിൽക്കുമ്പോഴും അതായത് എന്താ പറയാ, കോടതികൾ കയറുകയും ഇതിനെതിരെയുള്ളതും അല്ലെങ്കിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആൾക്കാർ സംസാരിക്കും. ചിലപ്പോ ഒരു പക്ഷേ ആൾക്കാർ സംസാരിക്കായിരിക്കും, ആ പെണ്ണ രാത്രി പോയതുകൊണ്ടല്ലേ, അവർക്ക് വീട്ടിലടയ്ക്കുന്ന സമൂഹം ഇപ്പൊ നല്ല PR വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളായാൽ പോലും ഈ കോടതി വിധിയും അതിന്റെ അനുകൂലമായിട്ടുള്ള വിധികളുടെ അടിയിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പോയാൽ അറിയാം. അതായത് ഈ പറയുന്ന ഗോപാലകൃഷ്ണന്റെ ആൾക്കാർ എനിക്ക് തോന്നുന്നു വളരെയധികം നല്ല PR വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ കമന്റ് സെക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് കോടതി ഗോപാലകൃഷ്ണനെ വെറുതെ വിട്ടല്ലോ, ഇനി എന്താ പ്രശ്നം? നിങ്ങൾ ഇത്ര നാൾ ക്രൂരമായി, സത്യം പറയാലോ, മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് 20 വർഷമെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടിയത്. ഈ മാധ്യമങ്ങൾ ഇത്രയും സെൻസേഷൻ ആയിട്ട് ഈ ന്യൂസിനെ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ പല ആൾക്കാരും, പല നടന്മാരും, ഇപ്പൊ മുൻനിര യുവ നടന്മാരും മാധ്യമങ്ങളെ ഒരു സൈസ് പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു നടന്റെ ഞാൻ കണ്ടു, നിങ്ങൾ ഇതുപോലെ തന്നെ കൊടുക്കണേ എന്നുള്ള ഒരു വാർത്ത ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു നടന്റെ വീഡിയോ അതിന്റെ അടിയിൽ ഞാൻ കണ്ടോ, അവൻ പോലും മാധ്യമങ്ങളെ അതായത് പരിഹസിക്കണം, മാധ്യമങ്ങൾ നിങ്ങൾക്ക് നിർത്തിക്കൂടെ? ശരിയാണ്, ചില മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ ഞാൻ പറയാലോ, ഈ മാധ്യമങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രമെങ്കിലും എത്തിയത്. ഇപ്പൊ താങ്കൾ ജോൺ പറഞ്ഞതുപോലെ, അതായത് എന്താ ദിലീപിന് PR വർക്ക് ഉണ്ട്. ഞാൻ ന്യൂസിൽ കണ്ടത്, എനിക്ക് കോമഡി ചിരിക്കണോ അതോ വിഷമമാണോ എന്ന് അറിഞ്ഞില്ല. പൾസർ സുനിയുടെ ഫാൻസ് ഉണ്ടായിരുന്നു കോടതിയിൽ പൾസർ സുനിയുടെ ഫാൻസ് എന്തിനാ കൊല്ലുന്ന ആൾക്ക് അല്ല പീഡിപ്പിക്കുന്ന ആൾക്കുള്ള ഫാൻസ്? അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മുടെ ഇതിന്റെ പോക്ക്. അതായത് പീഡിപ്പിക്കുന്ന ആൾക്കൊരു ഫാൻസ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കേസുകളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ആദ്യം പൈസ ഉണ്ടോ എന്ന് നോക്കാം. പൈസ ഉണ്ടെങ്കിൽ നല്ല വക്കീലിനെ വെക്കാം. നമ്മുടെ ഗോപാലകൃഷ്ണന്റെ വക്കീൽ എന്ന് പറഞ്ഞത് നല്ല സൂപ്പർ വക്കീൽ, നമ്മുടെ രാമൻ പിള്ളയും അത് കുറച്ച് കാശും നല്ല രാമൻപിള്ള വക്കീലും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോണത്. എത്ര പെട്ടെന്നാണ് ഓരോരുത്തര്, അതായത് 7ാം പ്രതി ആയിരുന്ന ആള് പെട്ടെന്ന് ഇറങ്ങിയല്ലോ. ഒരു ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദിലീപ് ഉണ്ടല്ലോ സുപ്രീം കോടതിയിൽ പോണം. അത് വെച്ചാൽ ആള് 48 ദിവസം റിമാൻഡിൽ നിന്നിട്ടുണ്ട്. അതായത് 48 ദിവസം എന്നെ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. പിന്നല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്, ആളുടെ ഒരു ഫെയിം എന്ന് പറഞ്ഞ സാധനം, അയാള് മൂപ്പര് ജനപ്രിയ നടനായി നിന്നെടുത്തുനിന്ന് ഒരു പീഡന വീരനായി മാറുകയാണ് സമൂഹത്തിന്റെ. അതായത് ജനപ്രിയ നടൻ, അതായത് കുടുംബങ്ങളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നടനായിരുന്ന ആള്. ദിലീപിന്റെ സിനിമ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഏത് ചള്ളിപ്പടമാണെങ്കിലും അതിരുന്ന് കണ്ടു ചിരിച്ചേനായിരുന്നു ആൾക്കാരെ. ഇപ്പൊ അതിൽ നിന്ന് എന്താ, ആളുടെ ആ ഒരു ഫെയിം നഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ഒരു കേസ് വന്നോണ്ടല്ലേ. ഞാൻ പറയുന്ന ആള് സുപ്രീം കോടതി പോണതിനെതിരെ
ആൾക്കെതിരെ ഇങ്ങനെ തെറ്റായ ഇത് വന്ന് ആളുടെ ഇങ്ങനെ arrest ചെയ്ത് പക്ഷെ കഴിഞ്ഞ ദിവസം പുള്ളിനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുള്ളി കേസിന് സന്തോഷപരമായിട്ട് പോണെന്നുണ്ടെന്ന് പോണെന്ന് പറഞ്ഞായിരുന്നു. പോയതൊന്നും കണ്ടില്ല. പിന്നെ അപ്പൊ ആള് പോണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ദിലീപിനെ പുറത്ത് വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഗൂഢാലോചന ചെയ്തു എന്നതിന് തെളിവില്ല. അപ്പൊ ലൈക്ക് ഗൂഢാലോചന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതി കുറവാണ്, ഉണ്ടാവില്ല. ശിക്ഷിക്കും. അതായത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആയവരെ മാത്രമേ ഇപ്പത്തെ ഒരു രീതിയിൽ ഈ ഗൂഢാലോചനയിലേക്ക് തെളിവുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പക്ഷെ ആക്ച്വലി നമ്മളൊരു എന്താ പറയാ ഏതെങ്കിലും ഒരു ഗുണ്ടകളെ അല്ലേ നമ്മളെ ഏൽപ്പിക്കുന്നത്. ഒരാളെ എനിക്കിപ്പോ ജോബിനെ കൊല്ലണമെങ്കിൽ ഞാൻ കുറച്ച് ഗുണ്ടകളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഗുണ്ടകൾക്ക് ഒരിക്കലും ജോബിനോട് ഒരു വൈരാഗ്യം ഒന്നുമില്ല. അവരുടെ ആകെ ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം പൈസ കിട്ടുക എന്നതല്ലേ. അവർക്ക് ഒന്നുമില്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നു. പക്ഷെ ഉള്ളിലുള്ള വൈരാഗ്യോ ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പകപോക്കലോ അതൊക്കെ ഉള്ളത് എനിക്കാണ്. എന്റെ ഒരു ലക്ഷ്യമാണ് ജോബിനെ കൊല്ലുക എന്നുള്ളത്. അപ്പൊ ഞാൻ സേഫാണ്. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ സേഫാണ് എന്നുള്ളതാണ് നമ്മൾ തെളിയിച്ച. ഉപദ്രവിച്ചപ്പോഴും ഉണ്ടല്ലോ ആളുടെ കയ്യിൽ കിടന്ന മോതിരം എടുത്തു. ആള് റിങ്, അതായത് ആളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ആ റിങ് പോലും, ഇതൊക്കെ ഏത് പൊട്ടനും അറിയാം ഇത് പ്ലാൻഡ് ആണെന്നുള്ളത്. പക്ഷെ നമ്മുടെ കോടതിയുടെ മുന്നിൽ അത് തെളിയിക്കപ്പെട്ടില്ല. അല്ല, അപ്പൊ ഈ ഒരു വിധി നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? നമുക്ക് ആക്ച്വലി ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു മോഷണം അങ്ങനത്തെ ഒരു വിധി, ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഏത് ന്യൂസും വന്നു, ഇപ്പം ഗോവിന്ദചാമി ഇവരുടെയൊക്കെ ഒരു വിധി വരുമ്പോ നമ്മൾ ഓക്കെ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടും എന്നൊരു പേടി. അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ പേഴ്സണലി ഒരു വ്യക്തി എന്ന ഇതില് ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയോട്, പക്ഷെ ഒരാളുടെയും ജീവൻ എടുക്കാൻ നമ്മൾ അർഹരല്ല, ദൈവം തന്നതാണ്, അത് സമ്മതിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഇവനെയൊക്കെ എന്തിനാ ജീവനോടെ വെക്കുന്നത്? 20 വർഷം അല്ലെങ്കിൽ 25 വർഷം എന്തിനാ ഇവനെയൊക്കെ തീറ്റി പോറ്റുന്നേ എന്നൊരു എന്റെ മനസ്സാക്ഷി ഒരു ചോദ്യം ഉള്ളതാണ്. അത് പേഴ്സണലി എന്റെ തോട്ടായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവായിരിക്കാം. അതിന് ഉപരിയായിട്ട് ആ ഒരു ഇതിൽ നിന്നൊക്കെ മറികടന്നു കഴിഞ്ഞിട്ട് കോടതി നമ്മളോട് ഇവരുടെ പ്രായം, ഇവരുടെ വീട്ട്, ഇതെല്ലാം പരിഗണിച്ച് ഞാൻ ഇരുവരുടെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അതില് മാധ്യമങ്ങൾ പറയുന്ന പൾസർ സുനിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം പോലും ഇല്ലായിരുന്നു. ഓഫ്കോഴ്സ് പുള്ളി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത്രയും കാലത്തെ ന്യൂസുകൾ കാണുമ്പോൾ പുള്ളി തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ, ജീവപര്യന്തമെങ്കിലും ആള് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അറിഞ്ഞ 20 വർഷമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മളൊരു എക്സാമിന് തോക്കൂന്ന് പറഞ്ഞു നിന്നിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, നമുക്ക് 4 മാർക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് 10 മാർക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് സംഭവിച്ചത്. അതായത് ആളൊക്കെ ജീവപര്യന്തം ഉദ്ദേശിച്ചു പോയ ഒരാൾക്ക് പോലും 20 വർഷത്തിൽ നിന്നും ആള് 13 വർഷം നിൽക്കുന്നുള്ളൂ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ഒരു, അതായത് ഇതിന്റെ കോടതി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ് പറഞ്ഞത് ഞാൻ സമൂഹത്തെ നോക്കിയല്ല ഞാൻ വിധിക്കുന്നതെന്ന് പറഞ്ഞത്. ശരിയാണ്, സമൂഹത്തെ നോക്കാതെ വിധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആവും. സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ, സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് ആണ് ആക്ച്വലി ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിലൂടെയുള്ള ഒരു മെസ്സേജ് ശരിക്കും മനസ്സിലായി. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കോടതിയെ ബഹുമാനിക്കുന്ന, കോടതിയുടെ വിധി ഓക്കെ, നമ്മളിപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോടതി കയറാൻ, കോടതി പറയട്ടെ, അങ്ങനെ ഒരു കോടതിയെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിധിയെ മാനിക്കണം, കോടതി വിധിയെ മാനിക്കണം എന്നാ പറയുന്നത്. ശരിയാണ്, കോടതി വിധിയെ നമ്മൾ മാനിച്ചു, കോടതി വിധിച്ചു, നമ്മൾ മാനിച്ചു. പക്ഷെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയണം. നമുക്ക് തൃപ്തിയായിട്ടില്ല, ഓഫ്കോഴ്സ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ ഈ ഒരു വിധിയില്. അപ്പൊ ഇങ്ങനെയുള്ള വിധികളൊക്കെ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നതേ ഒരു നല്ലൊരു മെസ്സേജ് ആണോ? അല്ല, നമ്മുടെ ഈ ഒരു വിധിയിലൂടെ പ്രത്യേകിച്ച് ഒരു നല്ലൊരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നില്ല. ഒന്നുകൂടി തെറ്റ് ചെയ്യാനുള്ള പ്രേരണയാണ് കൊടുക്കുന്നതെന്നുള്ളത് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഹൈക്കോടതി, സുപ്രീം കോടതി പോയതിനു ശേഷം ഒരു വിധിയിൽ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരു പക്ഷെ ഞാൻ ആലോചിക്കുകയാണേ, ആരെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കോടതിയിൽ പോകുമ്പോ ഒന്ന് പേടിക്കും. ഓക്കെ, എന്നെ പീഡിപ്പിച്ച ആൾ ഇത്ര പ്രായത്തിന് കുറവാണെങ്കിൽ ഇത്ര ശിക്ഷ, അല്ലെങ്കിൽ അവരനുഭവിച്ച മാനസിക പീഡനത്തിന് ശാരീരികമായിട്ടുള്ളതല്ല, മാനസികമായിട്ട് നമ്മളെ ഒരുപാട് തളർത്തും. അവരുടെ വർക്ക്, അവരുടെ കരിയർ, ലൈക്ക് അവരുടെ ഫാമിലി, ഇതൊക്കെ അവര് അതിനൊക്കെ എനിക്ക് തോന്നുന്നില്ല ഈ അതിജീവിത ഇതെല്ലാം സഹിച്ച് വീട്ടിൽ ആരോടും പറയാതിരുന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കെ. അങ്ങനെയായിരുന്നു ചിലപ്പോ, അങ്ങനെയായിരുന്നെങ്കിൽ ഇതിപ്പോ ഇത്രയും ആള് മാനം കണ്ട ആവശ്യം വരുമായിരുന്നോ? ആരെങ്കിലും അറിയായിരുന്നോ? പക്ഷെ അങ്ങനെ
അങ്ങനെയല്ല, ആള് ഇതിലേറെ വലിയ പ്രതീക്ഷയിലാണ് ഇതിന്റെ മുന്നോട്ട് വന്നത്. ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു. അതെ, ഒരു വീട്ടില് അടഞ്ഞു കുത്തി ഇരുന്നെങ്കിൽ ചിലപ്പോ ഇത്രയും പ്രഷറോ അല്ലെങ്കിൽ ഇത്രയും മാനസിക പീഡനങ്ങളോ പുള്ളിക്കാരി നേരിടേണ്ടി വരില്ല. സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന്, കോടതിയുടെ ഭാഗത്തുനിന്ന്, എല്ലാവരുടെയും വരുന്നവരും പോകുന്നവരും ഒക്കെ പുള്ളിക്കാരിനെ ജഡ്ജ് ചെയ്യുന്നത്. ആള് സത്യത്തിൽ ഇതും ആരോടും പറയാതെ വീട്ടിൽ അടങ്ങിക്കൂടി ഇരുന്നിരുന്നെങ്കിൽ, ഇനി എനിക്ക് തോന്നുന്നല്ലോ ഈ ഒരു വിധിയോടെയൊക്കെ ഇനി എഫക്റ്റ് വരാൻ പോകുന്നത്, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇനി ഒന്ന് കോടതിനെ അല്ലെങ്കിൽ കേസ് ചെയ്യാനായിട്ടോ എല്ലാരും ഒന്ന് പേടിക്കും. അതാണ് ഇനി ഉണ്ടാവും. അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒന്ന് വെച്ചോക്കെ, ഇത്ര എവിഡൻസോട് കൂടി പോയ കേസാണിത്. അവര് തന്നെ വീഡിയോ എടുത്ത് അവരെന്നെ എല്ലാം ചെയ്തിട്ട് അവർക്ക് കിട്ടിയ ശിക്ഷ ഇതാണ്, 20 വർഷമാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു തെളിവുമില്ലാതെ ഒരാൾ വന്നിട്ട് ഒരു ടീം റേപ്പ് ചെയ്ത് പോയെങ്കിൽ അപ്പൊ എന്താ കിട്ടാൻ പോകുന്നത്? ഇനിയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ ഈ കോടതി വിധി പോവും, അതിനൊരു മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ. അതെ, അത്രേ ഉള്ളൂ.